ചോദ്യമാണ്. ഉത്തരം പറയാനൊക്കുമോ? ഗുരുദേവൻ പറയുന്നു, അത് ഈ ചോദ്യം ചോദിക്കൂ. ഈ ചോദ്യം മാത്രം ചോദിച്ചാൽ പോരാ. ഇത് ഏതിൽ ഉണ്ടെന്ന് തോന്നുന്നു, ഇതിന്റെ സത്യസ്ഥിതി എന്ത്, ആ ചോദ്യം കൂടെ ചോദിക്കൂ. കുതോ ജഗതിതം, ഞാനാര്, ഈ ജഗത്ത് എവിടെ നിന്ന് ഉണ്ടായതുപോലെ തോന്നുന്നു, പക്ഷെ എവിടെ നിന്ന്? സൂര്യൻ എന്തിനു ചുറ്റിക്കറങ്ങുന്നു? ശരിയായ എന്തെങ്കിലും ഉത്തരം, ശരിയെന്ന് തോന്നാവുന്ന ഒരുത്തരം പറയാനുണ്ടെങ്കിൽ ഉത്തരം ഇതാണ്: സത്യം എന്തെന്ന് വെളിപ്പെടാൻ. പക്ഷെ ഇത് കണ്ടപ്പോൾ പിടികിട്ടുന്നില്ല. ഇതിന്റെ പുറകെ അന്വേഷിക്കുകയാണ്. ഇത് ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇതിന്റെ പുറകെ അന്വേഷണം, സത്യം അന്വേഷണം. നമ്മുടെ ഋഷിമാരും ഒക്കെ അങ്ങനെയാണ് അന്വേഷിച്ചത്. അവരന്വേഷിച്ചു, ഗുരുദേവനും അന്വേഷിച്ചു, ഒടുവിൽ കണ്ടുപിടിച്ചു, സത്യം കണ്ടുപിടിച്ചു. അറിവ്, അതായത് ബോധമാണ് സത്യമെന്ന് വലിയ ശ്രമമൊന്നുമില്ലാതെ തന്നെ മനസ്സിലാക്കാം. കാരണം ബോധമുണ്ടോ ജഗത്തുണ്ട്, ബോധമുണ്ടോ നമ്മളുണ്ട്, നമ്മൾ ഓരോരുത്തരുമുണ്ട്. ബോധമില്ലെങ്കിലില്ല. പക്ഷെ അതുപോരാ, ബോധത്തിന്റെ നിജസ്ഥിതി നമുക്ക് കണ്ടെത്തണം. ബോധത്തിന്റെ നിജസ്ഥിതി എന്താ? നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ അഖണ്ഡ ബോധം, സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ബോധം, നിശ്ചലമായ ബോധം, ആനന്ദഘനമായ ബോധം. ഇതാണ് ബോധത്തിന്റെ നിജസ്ഥിതി, അറിവിന്റെ നിജസ്ഥിതി. ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് അറിവ് ഭൂമി മുതലായ കാഴ്ചകളെ കാണിച്ച് ചുറ്റിത്തിരിയുന്നത്. അറിവ് നിജസ്ഥിതി അറിഞ്ഞിടാനായി. നിജസ്ഥിതി തനിക്കറിയുകയല്ല, മറ്റുള്ളവർക്ക് ഉണ്ടെന്ന് തോന്നുന്ന മറ്റുള്ളവർക്ക് നിജസ്ഥിതി തന്റെ സ്വരൂപം വെളിപ്പെടുത്തി കൊടുക്കാനായി. അവരൊറ്റ ഉത്തരമേ പറയാനൊക്കൂ. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ ചന്ദ്രനിലും സൂര്യനിലും പോയി സത്യം അന്വേഷിക്കുന്നു. അപ്പൊ എന്തിനാ ചന്ദ്രൻ? സത്യം അന്വേഷിക്കാൻ. ഈ ചന്ദ്രന്റെ രഹസ്യം എന്ത്? ഇതന്വേഷിക്കാനാണ് ചന്ദ്രനുണ്ടെന്ന് തോന്നുന്നത്, ഭൂമി ഉണ്ടെന്ന് തോന്നുന്നത്, നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ഋഷിമാർ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഞാനുണ്ട് എന്നെനിക്കിപ്പോ തോന്നുന്നു.